മനോഹരമായൊരു കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടുകയാണ്. നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു 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 വീക്ഷണത്തിലേക്കാണ് നിങ്ങളെ കൂട്ടുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഉന്നമനമാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് മാതൃകൻ ഗോപിനാഥ് മുതുകാട്. ജീവിതത്തിൽ നേരിടുന്ന ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റണം. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച മൈ പേരൻസ് മൈ ഹീറോസ് എന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുകയായിരുന്നു ഗോപിനാഥ് മുതുകാട്. ജീവിതം ഒരിക്കലും സ്മൂത്തല്ല. ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ പഠിക്കുന്ന കാലത്ത് അനുഭവിക്കുന്ന സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കുറച്ച് കാലം കഴിഞ്ഞാൽ ജീവിതം സ്മൂത്ത് അല്ല എന്നുള്ളത് തിരിച്ചറിയും. ഓക്കെ, ആ പ്രതിസന്ധികൾ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ചവിട്ടിത്തെറിപ്പിക്കാനുള്ള ചങ്കൂറ്റം, അതിനെയാണ് സി എന്നുള്ള അക്ഷരം ഉദ്ദേശിക്കുന്നത്, കോൺഫിഡൻസ്. ശനിയാഴ്ച കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ നടക്കുന്ന ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ മാജിക് ഷോയുടെ മുന്നോടിയായാണ് മജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് കോളേജ് വിദ്യാർത്ഥികൾക്കായി സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആണ് വരാനിരിക്കുന്ന തന്റെ പ്രധാന സംരംഭമെന്നും സംസ്ഥാനത്തുടനീളമുള്ള ഭിന്നശേഷി കുട്ടികളെ ശാക്തീകരിക്കുന്നതിന് ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന പോലെ IIPDയും പ്രവർത്തിക്കും. മുതുകാടിന്റെ മാന്ത്രിക ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഗോപിനാഥ് മുതുകാട് മാജിക്കിന്റെ 45 വർഷങ്ങൾ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും മൈ പാരൻസ് മൈ ഹീറോസ് പരിപാടിയുടെ ഭാഗമായി നടന്നു. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകണമെന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. നമ്മളിവിടെ നടത്തിയ പരിപാടി മൈ പാരൻസ് മൈ ഹീറോസ് എന്നുള്ളതായിരുന്നു. അച്ഛനോടും അമ്മയോടും മക്കൾക്കുണ്ടാവേണ്ട കമ്മിറ്റ്മെൻറ്റും അതോടെ തന്നെ മക്കളോട് അച്ഛനും അമ്മയ്ക്കുണ്ടാവേണ്ട കമ്മിറ്റ്മെൻറ്റും അത് ദൃഢമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ, മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. മുതുകാടിന്റെ ക്ലാസ് ഒരുപാട് ഉപകാരപ്രദമായെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു. ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാവണം, നമ്മുടെ സൊസൈറ്റിക്ക് എങ്ങനെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതായത് നമ്മൾ എല്ലാം എബിലിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ വേറെ ഒരാൾ, നമ്മളിൽ ഡിഫറെൻ്റ് ആയ ഒരാളെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ഉണ്ടോ. കാരണം നമ്മൾ ജീവിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല ഇതിലായിട്ട് മരിക്കുന്നു. അങ്ങനെയല്ല, അത് ഈ സൊസൈറ്റികൾ നമ്മളെങ്ങനെ അറിയപ്പെടണം, അതായത് നല്ലൊരു മനുഷ്യനായിട്ട് വേറൊരാളുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെയാണ് ഉപകാരപ്പെടേണ്ടതെന്ന് ഇന്ന് സാറിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി. ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. പിന്നെ അതേമാതിരി തന്നെ നമ്മളുമായിട്ട് ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മളിപ്പോൾ എവിടെയെങ്കിലും തോറ്റുപോയാൽ അതിനെയൊക്കെ എങ്ങനെ നേരിടണം, അങ്ങനെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി. ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ ഷോയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.